ഡോക്ടർ കെ പി പ്രേംകുമാർ നേരത്തെ ബി ജെ പിയുടെ വക്താവ് ഗോകുൽ ഗോപിനാഥ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇതിനകം ഒന്ന് വെരിഫൈ ചെയ്തു. ഈ അനൂപ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ സ്കൂളിലെ പാദപൂജ ഏറ്റുവാങ്ങിയ ആൾ, അദ്ദേഹം ആ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹം അവിടുത്തെ അധ്യാപകനല്ല. അദ്ദേഹം ബി ജെ പി എന്ന പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അദ്ദേഹം സ്വയം ബഹുമാന്യനാണെന്ന് ഇവിടെ പറഞ്ഞു എന്ന് നേരത്തെ ശിവപ്രസാദ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നേരത്തെ ഗൂഗിൾ പറയുന്നുണ്ടായിരുന്നു മാത്സ് അധ്യാപകനാണെന്ന്. അപ്പോൾ അത് ഇവിടെ കണക്കാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഈ കുട്ടികൾ മാതാപിതാ ഗുരു ദൈവം എന്ന വാക്യം ആലോചിച്ച് ഈ ബി ജെ പി നേതാവിനെ ഇങ്ങനെ വണങ്ങുന്നത്, ഈ രീതിയിൽ പാദം കഴുകുന്നത് നിഷ്കളങ്കമായി കാണാനാകുമോ? ആർഷഭാരത സംസ്കാരം അതാണോ? ഡോക്ടർ ലാൽ, ഈ കാര്യത്തെ കുറച്ചുകൂടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് കാണേണ്ടത്. ആ കാല് കഴുകപ്പോൾ ബി ജെ പിക്കാരനാണോ അധ്യാപകനാണോ ബി.എഡ് പാസ്സായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അധ്യാപകന്റെ കാല് കഴുകാമെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാല് കഴുകുന്നതിലും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ കാല് കഴുകൽ എന്ന് പറഞ്ഞ പരിപാടിയാണ് ശരിയല്ലാത്തത്. അത് ബി ജെ പി നേതാവിൻ്റെ ആയിരുന്നാലും കോൺഗ്രസ് നേതാവിൻ്റെ ആയിരുന്നാലും അധ്യാപകൻ്റെ ആയിരുന്നാലും റിട്ടയർഡ് അധ്യാപകൻ്റെ ആയിരുന്നാലും ഇത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. ഏത് സംസ്കാരത്തിൻ്റെ എന്നുള്ളിടത്താണ് വലിയ പ്രശ്നം. കാരണം താഴ്ന്ന ജാതി എന്ന് പറയുന്ന ശൂദ്രന്മാരും വൈശ്യന്മാരും ചണ്ടാലന്മാരുമായിട്ടുള്ള ആളുകൾ അബദ്ധവശാൽ വേദങ്ങൾ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നായിരുന്നു. ഉയർന്ന ജാതി എന്ന് പറയുന്ന ബ്രാഹ്മണന്മാർക്കിടയിൽ പോലുമുള്ള സ്ത്രീകൾക്ക് പോലും സ്കൂളിൽ പോകാൻ പാടില്ലായിരുന്നു, കടൽ കടക്കാൻ പാടില്ലായിരുന്നു, അക്ഷരാഭ്യാസം പാടില്ലായിരുന്നു. ഇനി നിങ്ങൾ വലിയ ദിവ്യന്മാരാണെങ്കിൽ ഇപ്പോഴും കാണാം നമുക്ക് വസ്ത്രം ധരിക്കാത്ത നഗ്ന സന്യാസിമാരെ ആരാധിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴത്തെ ഇന്ത്യയിലുമുണ്ട്. ഏത് സംസ്കാരത്തിനെയാണ് ഇവർ ഈ പറയുന്നത്? സ്കൂളുകൾ എന്നുള്ളത്, അതായത് വിദ്യാഭാരതി എന്ന് പറയുന്ന RSSന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള അഖില ഭാരതീയ ശിക്ഷാ സൻസ്ഥൻ എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ഭാരതീയ വിദ്യാ നികേതൻ, ഭാരതീയ വിദ്യാ ഭവനല്ല, ഭാരതീയ വിദ്യാ നികേതന്റെ കീഴിലുള്ള RSS സ്കൂളുകളിലാണ് ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ടും RSSന്റെ ഐഡിയോളജി 1ാം ക്ലാസ് മുതൽ LKG UKG മുതലുള്ള കുട്ടികളിൽ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ഇവർക്ക് തെറ്റ് തോന്നില്ല, അവർക്കത് മനസ്സിലാവില്ല. ശിവപ്രസാദ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ്. മനുവിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വിരാട് പുരുഷന്റെ വായിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും കയ്യിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും താഴെ പാദത്തിൽ നിന്നും ചണ്ടാളന്മാരും വന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവരോട് ഇത് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ അതിനേക്കാൾ സീരിയസ് ആയിട്ട് നമ്മുടെ ഒരു സെക്യുലർ സൊസൈറ്റി ഇതിൽ കേൾക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് അധ്യാപകരെ ഇങ്ങനെ വിഗ്രഹവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ജോലിക്കാർക്കും ഇല്ലാത്ത എന്തോ ഒരു വല്ലാത്ത ഒരു സംഗതി അധ്യാപകർക്ക് ചാർത്തി കൊടുക്കുന്നു. ഞാനും കുറെ കാലം ജോലി എന്നുള്ള രീതിയിൽ അധ്യാപനം എടുത്തിട്ടുള്ള ആളാണ്, ശമ്പളം കിട്ടുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഗുരു മറ്റു ഒരു ജോലിക്കാർക്കും ഇല്ലാത്ത, അതാ ഞാൻ പറഞ്ഞത്, കുട്ടികളെ രാവിലെ സേഫായിട്ട് സ്കൂളിൽ എത്തിക്കുന്ന ബസ് ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും ഇല്ലാത്ത എന്തോ ഒരു മഹത്വം അധ്യാപകർക്ക് കൊടുക്കുന്ന, കാല് കഴിക്കുന്നതിന് മഹാഭൂരിപക്ഷം എതിരാണ്. പക്ഷെ കാലിലൊന്ന് തൊട്ടാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ അധ്യാപകരെ എനിക്കറിയാം. അധ്യാപകനെ കാണുമ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും എണീറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതാണ് മഹാഭൂരിപക്ഷം ആളുകളും. അവരെ പേരിന്റെ കൂടെ സർ എന്ന് ചേർത്തേ വിളിക്കാവൂ എന്ന് നിർബന്ധമുള്ളവരാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ക്യാമ്പസ് അങ്ങനെയല്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലോബൽ ക്യാമ്പസിൽ, കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ക്യാമ്പസ് പോയി നോക്കിയാൽ അറിയാം. അവിടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അവരൊരു ഫ്ലാറ്റ് റിലേഷനാണ്, 100% ഡെമോക്രാറ്റിക് റിലേഷനാണ്. പേരാണ് വിളിക്കുക. അതായത് ഒരു ഭാഗത്ത് 2025 കേരളത്തിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അധ്യാപകനെ പേര് വിളിച്ച് സർവത്ര സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുന്നിടത്താണ് അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത്. ഇതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഈ സാധനത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു ബി ജെ പിക്കാരനാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. വിദ്യാഭ്യാസത്തിനെ, എസ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷനെ 100% സെക്യുലറാക്കി നമുക്ക് നിർത്താൻ പറ്റണം.
കാരണം മതപരമായ ആചാരങ്ങളും ഇടപെടലുകളും സ്കൂളുകളിൽ ഉണ്ടാവുന്നത് ഇവിടെ മാത്രമല്ല, പല സ്കൂളുകളിലും പല ആരാധനാലയങ്ങളിലും ചെയ്യരുത് എന്ന് പറയുന്നിടത്തും ഇന്നത് ചെയ്യണം എന്ന് പറയുന്നിടത്തുമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സ്കൂൾസ് എഡ്യൂക്കേഷൻ സ്പേസസ് സെക്യുലർ സ്പേസ് ആയിരിക്കണം, റിലീജിയസ് ന്യൂട്രൽ സ്പേസസ് ആയിരിക്കണം, അങ്ങനെ വാർത്തെടുക്കണം, അങ്ങനെ വേണം ചെയ്യാൻ. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അതിനെ റിലീജിയസ് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് RSS പോലുള്ള സംഘടനകൾ സ്വാഭാവികമായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണിത്, ചെറിയ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാല് കഴിയിക്കൽ. ഇതിനേക്കാൾ ഭീകരമായ ആചാരങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇതിനെ നേരിടേണ്ടത് ഒരു കാരണവശാലും BJP നേതാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആവരുത്. അതൊരു SFIക്ക് മാത്രം പറ്റുന്ന കാര്യവുമല്ല, ഒരു ടോട്ടൽ സെക്യുലർ സൊസൈറ്റിക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ ലീഡർഷിപ്പ് ശബ്ദമുയർത്തേണ്ടത് SFI പോലുള്ള സംഘടനയാണ്. അത് അവരിന്ന് മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട് ചെയ്യുന്നതും കാണുന്നു. ഇതിന് മേലെ ഇനി സർക്കാരിന് ഇടപെടാൻ പരിമിതികൾ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു അൺഎയ്ഡഡ് ഒരു സ്കൂളിനുള്ളിൽ, ഒരു മതവിഭാഗം നടത്തുന്ന ഒരു സ്കൂളിനുള്ളിൽ ചെയ്യേണ്ടുന്ന ആചാരങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് പരിമിതികൾ ഉണ്ടാവും. നിങ്ങൾ എന്തൊക്കെ റൂൾസ്, ഞാൻ ശിവപ്രസാദിന്റെ പ്രസ് ബ്രീഫ് കണ്ടു, എന്തൊക്കെ വായിച്ചാൽ പോലും അവർ സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതാണെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത്രയും കാലം കൊണ്ട് ഒരു 100 കൊല്ലം കൊണ്ട് കേരളം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ട്. അതിനെതിരെയുള്ള ഭീഷണിയാണിത്. ആ ഭീഷണിയെ നേരിടേണ്ടത് മൊത്തം സമൂഹത്തിനെ എന്താ പറയുക, അവെയർ ആക്കിക്കൊണ്ടാണ്. കാല് കഴിയിക്കുന്നതിന് തൊട്ട് താഴെയും അതിൻ്റെ താഴെയുമുള്ള ചെറിയ തോന്നലുകൾ പോലും ശരിയെന്ന് വിചാരിക്കുന്ന ആളുകളെ കൂടി ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ കൂടെ ഈ ജനാധിപത്യ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറുതായി നിങ്ങളോട് വിയോജിച്ചുകൊണ്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്. ശരി.